ഹലോ നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു ലഞ്ച് പ്രിപ്പറേഷൻ ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ടുഡേ ഈസ് എ ലേസി ഡേ. അപ്പോൾ കുറച്ച് സിമ്പിൾ ക്യുക്ക് എന്നാൽ ഹെൽത്തി ആയിട്ട് എന്തുണ്ടാക്കാം എന്നുള്ളൊരു ആലോചനയിലാണ്. സോ ഞാൻ നമ്മുടെ പേളിമാണിയൊക്കെ ഈ ദാൽ കിച്ചടി ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. സോ ഞാൻ ദാൽ കിച്ചടി ഉണ്ടാക്കിയാൽ ഞാൻ ഇന്നേ വരെ ദാൽ കിച്ചടി എന്ന് പറയുന്ന ഒരു ഐറ്റം ഞാൻ ട്രൈ ചെയ്തിട്ട് പോലുമില്ല. സോ അതാണ് എൻ്റെ ആലോചന. അത് ഏറ്റവും സിമ്പിൾ ആൻഡ് ഈസി ആണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ നമുക്ക് സിമ്പിൾ ആൻഡ് ഈസി ആണെന്ന് നോക്കിയിട്ട് വരാം. സോ ലെറ്റ്സ് ഗോ. അപ്പം റൈസ് ഞാനിവിടെ സോന മസൂരി റൈസാണ് എടുത്തത്. ഇന്ന അരി പെർട്ടിക്കുലർ റൈസ് ഇതിനുണ്ടോന്ന് എനിക്ക് അറിയില്ല. സോ ഞാൻ സോന മസൂരി 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് ചെറുപയർ പരിപ്പ്, 1/4 ഗ്ലാസ് കടലപ്പരിപ്പ്, 1/4 ഗ്ലാസ് പിങ്ക് ദാലില്ലേ, മസൂർ ദാൽ എന്നാന്ന് തോന്നുന്നു. അപ്പം ഇത് ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഇത് സോന മസൂരി റൈസ്, പിന്നെ മസൂർ ദാല, മൂങ് ദാല, കടലപ്പരിപ്പ്. ഇത്ര എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അടുത്ത് ഞാൻ കുറച്ച് ഗ്രീൻ പീസും കടലയും കൂടെ കുതിർത്തത് ഒരു പിടി ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഞാൻ കടലയും ഗ്രീൻ പീസും ഒക്കെ കുതിർത്ത് കുറച്ച് മുളയൊക്കെ വരാറായിട്ട് നിൽക്കുന്ന കടലയും ഗ്രീൻ പീസും ഒക്കെ ഞാൻ ഒരു പിടി വെച്ച് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും ഇങ്ങനെയുള്ള ഈ എന്താ പറയാ, കടല, ചെറുപയർ, വൻപയറൊക്കെ ഇങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുന്നത് കൂട്ടാന്റെ കൂടെ ഒക്കെ ഇങ്ങനെ ഓരോ പിടി വെച്ച് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ, അത്രയും പ്രോട്ടീൻ ഇൻടേക്കിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പൊ ഇതിൽ വെജീസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ഇടാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം എനിക്കിവിടെ കുറച്ച് കോളിഫ്ലവർ ഉണ്ട്. ഞാൻ അത് കുറച്ച് കോളിഫ്ലവർ അത് തീർക്കാൻ വേണ്ടിയിട്ട് അതിടാന്ന് വിചാരിച്ചു. തക്കാളി, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ബിഗ് ഓണിയൻ, പിന്നെ ക്യാരറ്റ്. നമുക്കിവിടെ കിട്ടുന്ന ക്യാരറ്റ് ഉണ്ടോ, വലിയ ക്യാരറ്റ് ആണ്. ഇതിന്റെ കളർ ഇതെന്ത് കളറാവാതെ വ്യത്യാസമുണ്ട്. നാട്ടിലെ ഒരു ക്യാരറ്റിന്റെ ഒരു രീതി അല്ല നമുക്ക് ഇവിടെ കിട്ടുന്ന ക്യാരറ്റ്. സോ ഈ ക്യാരറ്റ് ഇത് ഇത്ര ഞാൻ ഇടുന്നുണ്ടാവില്ല. പിന്നെ പൊട്ടാറ്റോ. അപ്പൊ ഇതെല്ലാം ഞാനൊന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. എന്തായാലും ഞാനൊരു വ്ളോഗ് എടുക്കണം. അപ്പൊ ഞാനൊരു സിമ്പിൾ ടിപ്പ് പറയാം. നമ്മള് പാലക്ക് ഞാൻ മേടിച്ചായിരുന്നു. അപ്പൊ പാലക്കിന്റെ ഈ തണ്ട് പിന്നെ ബ്രൊക്കോളിയുടെ ഈ സ്റ്റെം, ഇതൊക്കെ സാധാരണ നിങ്ങൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഞാന് ഇത് എല്ലാം കൂടെ നമ്മുടെ ഈ വെജിറ്റബിൾ സ്റ്റോക്ക് ഇല്ലേ, നമുക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കറികളിൽ ആഡ് ചെയ്യാനായിട്ടൊക്കെ വെജിറ്റബിൾ സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഇത് തിളപ്പിച്ച് വെന്ത് കഴിഞ്ഞിട്ട് അത് തണുത്തിട്ട് അടിച്ച് ഈ വെജിറ്റബിൾ സ്റ്റോക്ക് ആയിട്ട് അത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കളയണ്ട. ഇതിനകത്തെയൊക്കെ ഒരു വൈറ്റമിൻസ് ഒക്കെ നമുക്ക് പോഷകങ്ങളും മറ്റു പോഷകങ്ങളും നമുക്ക് ഉപയോഗപ്പെടുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഈ ഭാഗങ്ങളൊക്കെ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് കളയാറാണോ പതിവ്, അതോ ഇങ്ങനത്തെ തണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഈ പാലക്കിന്റെ ഒക്കെ തണ്ട് വെച്ച് തോരനൊക്കെ ഉണ്ടാക്കാമായിരിക്കും. പക്ഷെ അതിനേക്കാളും അതിങ്ങനെ ഒരു സ്റ്റോക്ക് ഉണ്ടാക്കി വെക്കുന്നതാണ് എന്റെ ഒരു ശീലം. നമ്മളിവിടെ കുറച്ച് വെജീസ് കാര്യങ്ങൾ മസാലാസ് ഒക്കെ എടുത്ത് അടുക്ക വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട്. അപ്പം ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ മസ്റ്റർഡ്, ജീരക്, ഉരദ് ദാലൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. സോ ഐ ആഡ് അണിയൻസ് ഓൾസോ. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാത്തിനും ഈ മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇടാറുണ്ട്. എന്നുവെച്ചാൽ എന്തിനേലും വല്ല വിഷം വല്ലതും ഉണ്ടെങ്കിൽ, ടോക്സിൻസ് വല്ലതും ഉണ്ടെങ്കിൽ പോട്ടെ എന്നുള്ള ധാരണയിലാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. തക്കാളി ഇട്ടിട്ട് കായപ്പൊടി, മുളക് പൊടി, ഗരം മസാല, സാമ്പാർ പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. ഈ പൊടികളൊക്കെ, സാമ്പാർ പൊടിയും ഗരം മസാല പൊടിയൊക്കെ ഓപ്ഷണലാണ്. ഞാൻ എന്നാലും കുറച്ചിട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പൊ ഞാൻ ബാക്കി വെജസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള റൈസും ദാലും എല്ലാം കൂടി ഇടാൻ പോവാണ്. എന്നിട്ട് പിന്നെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഉപ്പും ഇട്ടിട്ട് കാണിക്കാം. അപ്പം വെള്ളമൊന്നും കറക്റ്റ് അല്ല ഞാൻ ഒഴിച്ചിരിക്കുന്നത്, കുറച്ച് എക്സ്ട്രാ ഒക്കെയാണ് വെള്ളമൊക്കെ ഒഴിച്ചിരിക്കുന്നത്. ഇതിന് കുറച്ച് വെള്ളം
അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. ചിലർക്ക് ഡ്രൈ ആയിട്ടിരിക്കണം, ചിലർക്ക് അത് അല്പം വെള്ളം കൂടി നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൂ ദാൽ കിച്ചടി, ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ കുറച്ച് വെള്ളം കൂടി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതങ്ങ് ഒരു 5 വിസിൽ വരെ കേൾപ്പിക്കാനായിട്ട് അങ്ങ് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. എനിക്ക് തോന്നുന്നു അത് കുറച്ച് എക്സ്ട്രാ വെന്താലും ഒക്കെ ആണെന്നാണ് തോന്നുന്നത്. സോ കുറച്ചധികം വേവാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് കുറച്ച് ലിക്വിഡ് ആയിട്ടായിരുന്നു, പക്ഷെ അത് ഭയങ്കര ലിക്വിഡ് അല്ലാണ്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലിക്വിഡായിട്ട് കഴിക്കണമെന്നെങ്കിൽ ഇതിനകത്ത് നല്ല ചൂട് വെള്ളം കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ചൂട് വെള്ളം ആഡ് ചെയ്താൽ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെയും കഴിക്കാം. എങ്ങനെയുണ്ട് നാരങ്ങ അച്ചാറും നമ്മുടെ കിച്ചടി? അമ്മ ഫസ്റ്റ് ടൈമാണ് കിച്ചടി ഉണ്ടാക്കുന്നത്. എങ്ങനെയുണ്ട് അത്? നല്ല രുചിയുണ്ട്. ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഈ ദാൽ കിച്ചടി ഇങ്ങനെ ചൂടോടെ ഊതി ഊതി ഈ തണുത്ത ഈ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ കഴിക്കുമ്പം എൻ്റെ ഒരു ഫുഡ് നൊസ്റ്റാൾജിയ, ഒരു മെമ്മറി ഷെയർ ചെയ്യാനായിട്ട് തോന്നുന്നു. അതെന്ന് വെച്ചാൽ ഞാൻ കർണാടക മൈസൂരായിരുന്ന സമയത്ത് കഴിച്ചിട്ടുള്ള ബിസി ബേലെ ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫുഡ് ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ചുമ്മാതെ ഒരു റിലേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഒരു സാമ്പാർ റൈസ് അല്ല. ബിസിബേലെ ബാത്ത് എന്ന് പറയുന്നത് ബിസിബേലെ ബാത്തിന്റെ പൗഡർ ഉണ്ട്. അപ്പം അങ്ങനെ സാമ്പാർ റൈസ് പോലെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്ന ഒരു സാധനം. അതിന്റെ മേളിൽ ബൂന്തിയൊക്കെ ഇട്ട് നിറയെ നട്ട്സ് ഒക്കെ ഇട്ട് സീസണൊക്കെ ചെയ്ത് അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം അതെനിക്ക് ഫസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ഞാൻ മൈസൂർ ഉണ്ടായിരുന്ന അത്രയും സമയത്ത് ഞാൻ ഓൾമോസ്റ്റ് ഓൾ സൺഡേസ് എന്നുള്ള രീതിയിൽ ഞാൻ ഈ ബിസിബേലെ ബാത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ദാൽ കിച്ചടി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അത് ഞാൻ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. അപ്പം എനിക്ക് അത് ഇതുവരെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ ഉണ്ടാക്കിയത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ആ ബിസിബേലെ ബാത്ത് പോലെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആവാൻ പോകുന്നൊരു സാധനമാണ് ഈ ദിസ് റൈസ്. ബട്ട് ബിസിബേലെ ബാത്ത് ഞാൻ ഒരിക്കലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല തനിയെ. ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പിന്നെ അവിടുത്തെ തന്നെ വേറൊരു ഇതായിരുന്നു പുളിയോഗര എന്ന് പറഞ്ഞൊരു സാധനം. അത് ആയിരുന്നു എൻ്റെ ഹസ്ബൻഡിന്റെ ഫേവറേറ്റ്. ബിസിബേലെ ബാത്തിനെക്കാളും ചേട്ടന് പുളിയോഗരയായിരുന്നു ഇഷ്ടം. ആ പുളിയോഗര എന്ന് പറയുമ്പോഴത്തേനും അത് ഞാനല്ല, പക്ഷെ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓക്കെ, നൈസാണ്. ഈ ഞാൻ ശ്രദ്ധിച്ചൊരു കാലം കേരളം വിട്ട് കഴിഞ്ഞാൽ ഈ വെജിറ്റേറിയൻസ് ഒക്കെ അവരുടെ ഫുഡിൽ ധാരാളം നട്ട്സ്, പൾസസ് ഇതൊക്കെ ഒത്തിരി ആഡ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും നമ്മുടെ കേരളത്തിലെ വെജിറ്റേറിയൻസിന് അവരുടെ ഒരു ഡയറ്റില് ഈ ഒരു പ്രോട്ടീൻ എന്നുള്ള സാധനം അത്രയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഈവൻ ഞാനാണെങ്കിൽ പോലും എപ്പോഴും വെജീസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലുള്ള പ്രോട്ടീൻസിനെ കുറിച്ച് ഞാൻ റീസെന്റ് ആണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയതും അതൊക്കെ ആപ്ലിക്കബിൾ ആക്കാൻ തുടങ്ങിയത്. സോ എൻ്റെ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും വെജിറ്റേറിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഓരോ മീലിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്. സോ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ പരിപ്പുകൾ, കടല, ഗ്രീൻ പീസ്, പിന്നെ ധാരാളം പരിപ്പുകൾ, ചെറുപയറുപരിപ്പ്, അങ്ങനത്തെ മസൂർ ദാൽ, അങ്ങനെ ധാരാളം പരിപ്പുകൾ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ മീലിലും ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഡയറി പ്രോഡക്ട്സ് യൂസ് ചെയ്യാത്ത വെജിറ്റേറിയൻസ് ഉണ്ടെങ്കിൽ അതിന് പകരം ഇപ്പൊ നമുക്ക് പനീർ പോലത്തെ ടോഫു ഉണ്ട്. സോയയുടെ പനീറാണ് ടോഫു എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുക.
അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫുഡ് മെമ്മറീസും ഇതുപോലെയുള്ള ഫുഡ് വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ പറയാനുള്ളത്, അവന്റെ പ്ലേറ്റിൽ, ഗൗതമിന്റെ പ്ലേറ്റിൽ ഒരു ഇഞ്ചിയുടെ കഷ്ണം എൻ്റെ പ്ലേറ്റിലോട്ട് ഇട്ടതാണ്. ഫുഡ് മെമ്മറീസ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ സാധാരണ ഈ കുക്കിംഗ് എല്ലാം ഞാനിങ്ങനെ ഷോർട്സ് ആയിട്ട് ഇടാറാണ് പതിവ് ചാനലിൽ. പക്ഷെ ഈ സമയത്ത് എന്തോ എനിക്ക് കുക്ക് ചെയ്യാനായിട്ടൊരു മടി ഉണ്ടായിരുന്നു. പ്ലസ് എനിക്ക് വ്ളോഗ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അതൊരു എന്റർടൈൻമെന്റ് ആകും എന്നുള്ളതുകൊണ്ടാണ് ഞാനൊരു വ്ളോഗായിട്ട് ചെയ്തത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഞാൻ കഴിക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.